നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. BA പൊളിറ്റിക്കൽ സയൻസിലെ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ 3rd യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റിന്റെ പേര് കോണ്ടംപററി ട്രെൻഡ്സ് ഇൻ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്നാണ്. അപ്പൊ നമ്മളിവിടെ ഈ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൽ വന്നിരിക്കുന്ന ഏറ്റവും സമകാലികമായിട്ടുള്ള ട്രെൻഡുകളെ കുറിച്ചാണ് ഇവിടെ പരിശോധിക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ യൂണിറ്റില് പഠിച്ച് അവസാനിപ്പിച്ചത് നമുക്കറിയാം, നമ്മളൊരു ബിഹേവിയറൽ അപ്രോച്ച് വരെയുള്ള കാര്യങ്ങൾ അല്ലെ, ബിഹേവിയറൽ അപ്രോച്ച് വരെയുള്ള ഈ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൽ വന്നിട്ടുള്ള പഠനങ്ങളെ കുറിച്ച് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി ഏറ്റവും സമകാലികം എന്ന് പറയുന്നത് ഈ പോസ്റ്റ് ബിഹേവിയറൽ കാലഘട്ടത്തിലുള്ള, അതായത് ബിഹേവിയറലിസത്തിന് ശേഷമുള്ള കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൽ വന്നിട്ടുള്ള ട്രെൻഡുകളാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുക. ഓക്കെ, അപ്പൊ ബിഹേവിയറലിസം എന്ന് പറയുന്നത് നമുക്ക് ശാസ്ത്രീയതയ്ക്ക് നൽകിയ അമിത പ്രാധാന്യത്തെ കുറിച്ച് നമുക്കറിയാം അല്ലെ. ഈ ബിഹേവിയറലിസ്റ്റ് അപ്രോച്ചുകളിൽ കൂടുതൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ടൂൾസ്, സയന്റിഫിക് ടൂൾസ് ഒക്കെ അവർ യൂസ് ചെയ്തിട്ടുള്ള പഠനങ്ങൾ നടത്തി. എന്നാൽ ബിഹേവിയറലിസത്തിന് ശേഷം വരുന്നത് കുറച്ചുകൂടി മൂല്യാധിഷ്ഠിത പഠനങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത് എന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പറഞ്ഞ് അവസാനിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എന്ന് വെച്ചാല് മൂല്യങ്ങളും സാമൂഹിക ഉത്തരവാദിത്വവും ഒക്കെ തന്നെ രാഷ്ട്രീയ പഠനത്തിൽ ഉൾപ്പെടുത്തണമെന്ന് വാദിച്ച അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ച ആളുകളാണ് ഈ പോസ്റ്റ് ബിഹേവിയറലിസ്റ്റുകൾ എന്ന് പറയപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് സാമൂഹിക പ്രശ്നങ്ങളോട് പ്രതിബദ്ധരായിരിക്കണം. ജനങ്ങള് സാമൂഹിക പ്രശ്നങ്ങളോട് പ്രതിബദ്ധരായിരിക്കണം. പൊളിറ്റിക്കൽ സിസ്റ്റം സാമൂഹിക പ്രശ്നങ്ങളോട് പ്രതിബദ്ധത ഉള്ളതായിരിക്കണം. ഇതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോർ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇനി രാഷ്ട്രീയത്തിലെ ധാർമ്മിക മൂല്യങ്ങള്, അതിന്റെ സിദ്ധാന്തങ്ങള് ഇങ്ങനെ പഠിച്ചു പോയാൽ പോരാ, സിദ്ധാന്തങ്ങളുടെ ഒരു പ്രായോഗിക തലത്തില് സിദ്ധാന്തങ്ങൾ എത്രത്തോളം വർക്ക് ചെയ്യും എന്നുള്ളത് അത് പഠിച്ചു വെക്കുക. അതാണ് ഈ പോസ്റ്റ് ബിഹേവിയറൽ അപ്രോച്ചിന്റെ കൂടുതലായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്. ഇനി ഈ പോസ്റ്റ് ബിഹേവിയറൽ അപ്രോച്ചുകളിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട ചില സിദ്ധാന്തങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ചില അപ്രോച്ചുകൾ, സമീപനങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സിസ്റ്റം അപ്രോച്ച് എന്ന് പറയുന്നത്. ഈ സിസ്റ്റം അപ്രോച്ചില് നമ്മളൊരു അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കണമെന്നില്ല. കാരണം സിസ്റ്റം അപ്രോച്ചിൽ വരുന്ന ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത ബ്ലോക്കിൽ അല്പം കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് കൊണ്ട് നമുക്ക് ഏറ്റവും മിനിമൽ ആയിട്ട് ഈ ഒരു യൂണിറ്റിൽ പറയുന്ന കാര്യങ്ങൾ തന്നെ പറഞ്ഞിട്ട് പോകാം. ഓക്കെ, അപ്പൊ സിസ്റ്റം അപ്രോച്ച് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതും ഡേവിഡ് ഈസ്റ്റൺ, നമ്മുടെ മുൻ യൂണിറ്റില് തൊട്ട് മുൻപത്തെ യൂണിറ്റിൽ നമ്മൾ ഡേവിഡ് ഈസ്റ്റന്റെ സംഭാവനകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ഈ ഒരു അപ്രോച്ചും സിസ്റ്റം അപ്രോച്ചും ഡേവിഡ് ഈസ്റ്റൺ തന്നെ അവതരിപ്പിച്ചിട്ടുള്ള ഒരു സമീപനമാണ്. അപ്പൊ രാഷ്ട്രീയത്തെ ഇദ്ദേഹം ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റമായിട്ട്, ഒരു സംവിധാനമായിട്ടാണ് ഇദ്ദേഹം കാണുന്നത്. ഈ പ്രധാനപ്പെട്ട ആശയങ്ങൾ അല്ലെങ്കിൽ സിസ്റ്റം അപ്രോച്ചിന്റെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം അല്ലെ, വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാണ്, ഒരു സംവിധാനമാണ്. അതിന് ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ പ്രവർത്തിച്ച് ഒരു ഔട്ട്പുട്ട് തരുന്നു. ഇതാണ് ഏറ്റവും ലളിതമായിട്ട് ഓർത്തിരിക്കാൻ നമുക്ക് പറ്റുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇൻപുട്ട് കൊടുത്താലാണ് പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ, സിമ്പിൾ അല്ലേ? അപ്പോൾ ഈ ഒരു ചിന്തയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഡേവിഡ് ഈസ്റ്റൺ ഈ ഒരു ഇത്തരം സിസ്റ്റം അപ്രോച്ച് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപുട്ടിൽ ഇദ്ദേഹം പറയുന്നത് ഈ ആവശ്യങ്ങളും അതിനുവേണ്ട പിന്തുണയും ഒക്കെയാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. നമുക്കൊരു കാര്യം നടക്കണമെങ്കിൽ, നമ്മൾ ഒരു സോഷ്യൽ ഫിനോമിന ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അതിന് ഒരു ആവശ്യം ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ ആ ആവശ്യം ഉള്ളപ്പോഴാണ്, അതിനു വേണ്ടിയിട്ടാണ് സമരങ്ങൾ നടക്കുന്നത്. ആവശ്യങ്ങൾ നിവൃത്തി അല്ലെങ്കിൽ ഒരു പ്രശ്നം, ആവശ്യം എന്ന് പറയുന്നത് ഒരു പ്രശ്നമായിട്ട്, ഒരു പ്രോബ്ലമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ടാകുമ്പോൾ ഒരു പിന്തുണ, അതിനു വേണ്ട പിന്തുണ ലഭിച്ചു കഴിയുമ്പോൾ അതൊരു വലിയ ഒരു സമരമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് അവിടെ നടക്കും. എല്ലായ്പ്പോഴും അത് സമരം തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ഞാനൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രശ്നം, ഇപ്പൊ ഒരു പ്രദേശത്ത് ഇപ്പൊ നമുക്ക് വല്ലാതെ ഡിസ്കസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ തെരുവ് നായ ശല്യം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ തെരുവ് നായ്ക്കളെ കൊണ്ട് രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്നു. ഈ പ്രശ്നം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നു. ഈ പ്രശ്നത്തിന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കപ്പെടേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു സാഹചര്യമായി വരുന്ന സമയത്ത്, അത് ഡിസ്കസ് ചെയ്യപ്പെടുന്ന സമയത്ത് മാത്രമേ അതിന് പരിഹാരം ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ തെരുവുനായ പ്രശ്നം എന്നത് അതൊരു ഇൻപുട്ടാണ്. ഓക്കെ, ഈ ഇൻപുട്ട് അവിടെ പ്രവർത്തിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ ഇതിന്
തെരുവ് നായ്ക്കളെ അതിന്റെ ശല്യം തടയാൻ വേണ്ട നിയമ നടപടികൾ, ലീഗലായിട്ട് അതിൽ വരുന്ന കാര്യങ്ങളൊക്കെ വരും. അതിന് വേണ്ടിയിട്ട് നയങ്ങൾ രൂപീകരിക്കപ്പെടും, നിയമങ്ങൾ നിർമ്മിക്കപ്പെടും, അല്ലെ? അപ്പൊ ഇതാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് ഒരു സിസ്റ്റം പ്രവർത്തിക്കുന്നത് എന്നാണ് ഡേവിഡ് ഈസ്റ്റൺ പറയുന്നത്. അപ്പോൾ ഇതാണ് സിസ്റ്റം അപ്രോച്ചിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ സിസ്റ്റം അപ്രോച്ച് എന്ന് പറയുന്നത് ഇതാണ്. ഇനി അടുത്തത് ഘടനാ പ്രവർത്തന സമീപനമാണ്, അതായത് സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ച്. ഇത് നമ്മൾ തൊട്ട് മുൻപത്തെ യൂണിറ്റില് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിരുന്നു. സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത് ഗബ്രിയൽ ആൻമെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭാവനയാണ്. രാഷ്ട്രീയ സംവിധാനത്തിലെ വിവിധ ഘടകങ്ങൾ പ്രവർത്തിക്കുന്നതും അവയുടെ ധർമ്മങ്ങൾ, അവ എന്തൊക്കെ ധർമ്മങ്ങളാണ് അവയ്ക്ക് നിർവഹിക്കാനുള്ളത് എന്നതും പഠന വിധേയമാക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഇനി രാഷ്ട്രീയ വികസനവും അതുപോലെ തന്നെ ആധുനികവൽക്കരണവും അതുമായിട്ട് ബന്ധപ്പെട്ട സമീപനങ്ങളാണ് ഇനി മറ്റൊരു സമീപനം എന്ന് പറയുന്നത്. അതായത് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ആൻഡ് മോഡേണൈസേഷൻ. ഇത്തരം ഇപ്പൊ നമുക്ക് ഇതിന്റെ സിസ്റ്റം അപ്രോച്ചും ഒക്കെ ആയിട്ട് ഒന്ന് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ഇതിനെ പറയാനായിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ ഈ സിസ്റ്റം അപ്രോച്ചിൽ നമ്മളൊരു സിസ്റ്റമായിട്ട് പ്രവർത്തിക്കുന്ന, ഒരു ഇൻപുട്ട് കൊടുത്തു കഴിയുമ്പോൾ ഒരു ഔട്ട്പുട്ട് ഉണ്ടാവുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു വെച്ചത്. അപ്പൊ ഇവിടെ ഇതിലൂടെ സംഭവിക്കുന്നത് എന്താണ്? അത് മോഡേണൈസേഷൻ ആണ്, അല്ലെ? ആധുനികവൽക്കരണമാണ് ഇതിലൂടെ സംഭവിക്കപ്പെടുന്നത്. കൂടാതെ തന്നെ രാഷ്ട്രീയ വികസനമാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട പ്രവണതകൾ എന്ന് പറയുന്നത് രാഷ്ട്ര നിർമ്മാണം നടക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ ഭരണത്തിൽ കാര്യക്ഷമത വരുന്നു, കൂടാതെ രാഷ്ട്രീയ പങ്കാളിത്തം കൂടുന്നു. ഈ പ്രശ്നം നമ്മൾ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെ എടുക്കാം. തെരുവുനായ പ്രശ്നം എല്ലാവർക്കും അനുഭവപ്പെടുന്നു. രാവിലെ കുട്ടികൾ സ്കൂളിലേക്കൊക്കെ പോകുന്ന കുട്ടികൾ ആക്രമിക്കപ്പെടുന്നു. നമുക്കിത് നമ്മുടെ എല്ലാ സാമൂഹിക പ്രശ്നങ്ങളും മറ്റൊരിടത്താവുമ്പോൾ നമുക്കത് നമ്മളെ ബാധിക്കുന്നില്ല. പക്ഷെ പിറ്റേന്ന് രാവിലെ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ആ കുട്ടികളും ഇത് ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളും ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് അതിലേക്ക് ഇൻവോൾവ് ചെയ്യും, അല്ലെ? അപ്പൊ രാഷ്ട്രീയ പങ്കാളിത്തം കൂടുന്നു. ഇത് പ്രശ്നമാവട്ടെ, ഇനി നമ്മൾ വേറെ എന്തെങ്കിലും കാര്യമാവട്ടെ, ഈ രാഷ്ട്രീയ പങ്കാളിത്തം കൂടുന്നതിന് ഇത് കാരണമാകുന്നുണ്ട്. ഇനി വിവിധ രാജ്യങ്ങളുടെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യുകയും അത് നമുക്ക് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുന്നു. ഇനി മറ്റൊന്നാണ് ഇൻസ്റ്റിറ്റ്യൂഷണലിസം, ന്യൂ ഇൻസ്റ്റിറ്റ്യൂഷണലിസം എന്നൊക്കെ പറയാറുണ്ട്. അതായത് ന്യൂ ഇൻസ്റ്റിറ്റ്യൂഷണലിസം എന്ന് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സ്ഥാപനങ്ങളാണ്, അല്ലെ? ഇപ്പൊ നമ്മളിവിടെ പറയുന്നത് തീർച്ചയായിട്ടും പൊളിറ്റിക്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും. അപ്പൊ ന്യൂ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാല് പരമ്പരാഗതമല്ലാത്ത ചില സാമൂഹ്യ സ്ഥാപനങ്ങളുടെ വളർച്ച, അതായത് പുതിയ കാഴ്ചപ്പാടുകള്, പുതിയ രാഷ്ട്രീയ ശാസ്ത്രം, പുതിയ കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് ഈ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ വീക്ഷിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇത്തരം പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ ഔപചാരികമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും അനൗപചാരികമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും കടന്നു വരുന്നു. ഈ പോയിന്റ് ആണ് ഇമ്പോർട്ടന്റ്. അനൗപചാരികമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായി വരുന്നു. അതിന്റെ നിയമങ്ങളും ആചാരങ്ങളും സംസ്കാരങ്ങളും ഒക്കെ കൂടിയിട്ടാണ് മനുഷ്യന്റെ രാഷ്ട്രീയ സ്വഭാവത്തെ പരുവപ്പെടുത്തി എടുക്കുന്നത് എന്നതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇനി മാർക്സിസ്റ്റ്, നിയോ മാർക്സിസ്റ്റ് സമീപനങ്ങളാണ്. ഇതില് മാർക്സിസ്റ്റ് സമീപനം കുറച്ചുകൂടി മുൻപത്തേതാണ്, നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ചല്ലോ. ഇനി നിയോ മാർക്സിസ്റ്റ് സമീപനം എന്ന് പറയുന്നത് ഈ വർഗബന്ധങ്ങള്, മൂലധന വ്യവസ്ഥയുടെ രാഷ്ട്രീയ സ്വാധീനവുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രത്തിന്റെ വർഗ സ്വഭാവം അത് വികസനവും അല്ലെങ്കിൽ വികസനാത്മകമായ രീതിയിൽ രാജ്യങ്ങൾക്കിടയിലുള്ള അസമത്വവും, വികസിത രാഷ്ട്രങ്ങളും അവികസിത രാഷ്ട്രങ്ങളും ഒക്കെ തമ്മിലുള്ള വലിയ അന്തരമുണ്ട്, അല്ലെ? അപ്പൊ ഇതിനെയൊക്കെ ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുന്നു. അതാണ് നിയോ മാർക്സിസ്റ്റ് സമീപനം എന്ന് പറയുന്നത്. ഇനി ഈ ഡിപ്പെൻഡൻസി സിസ്റ്റം നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പൊ അതിൽ വേൾഡ് സിസ്റ്റം സമീപനങ്ങൾ, ഈ ഡിപ്പെൻഡൻസി വേൾഡ് സിസ്റ്റം സമീപനങ്ങളാണ് കൂടുതലായിട്ട് ഇതിന്റെ ഏറ്റവും അത്യാധുനികമായിട്ട് വരുന്ന സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഒരു ആഗോള മൂലധന വ്യവസ്ഥ വികസനാത്മകമായിട്ടുള്ള കാര്യങ്ങളിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ്. അതായത് ആഗോള മൂലധന വ്യവസ്ഥ വികസിത രാഷ്ട്രങ്ങളിൽ ഏൽപ്പിക്കുന്ന ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ്, അവികസിത രാഷ്ട്രങ്ങളിൽ ഏൽപ്പിക്കുന്ന ഇമ്പാക്ട് എന്തൊക്കെയാണെന്നൊക്കെയാണ് ഇവിടെ പഠിക്കുന്നത്. ഇനി അതില് ആഗോളവൽക്കരണത്തിന് വലിയ പങ്കുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ ആഗോളവൽക്കരണം എങ്ങനെയാണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് കൂടി നമുക്ക്
പഠിക്കാം. അതായത് ഈ ഒരു നമ്മുടെ ആധുനിക ദേശരാഷ്ട്ര സങ്കല്പത്തില് ഒന്നിനും ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കില്ല അല്ലെ. എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. നമ്മള് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റു രാഷ്ട്രങ്ങളെയൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് രാജ്യങ്ങൾക്കിടയിലുള്ളൊക്കെ അന്തരം കുറഞ്ഞിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ കൂടുതൽ ലിബറൽ ആയിട്ടുള്ള ആശയങ്ങൾ പരസ്പരം രാഷ്ട്രങ്ങളുടെ നയതന്ത്രത്തിലൊക്കെ ഈ ഒരു ലിബറൽ നേച്ചർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ ലിബറൽ ആയിട്ട് ആയുധ കൈമാറ്റ കാര്യങ്ങളിൽ, ആയുധങ്ങൾ ഷെയർ ചെയ്യുന്ന കാര്യത്തില്, മിലിറ്ററി നയങ്ങൾ രൂപീകരിക്കുന്ന കാര്യത്തില്, വ്യവസായത്തിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ രണ്ട് രാഷ്ട്രങ്ങൾക്കിടയിലുള്ള വാണിജ്യ ബന്ധങ്ങൾ ശക്തമാക്കുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് ഈ ഒരു പ്രവണത ആഗോളവൽക്കരണത്തിന്റെ ഒരു ഇമ്പാക്ട് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ ഔട്ട്സോഴ്സിങ് എന്ന് പറയുന്നത്, അതായത് ഒരു രാജ്യത്തെ തൊഴിലാളികളുടെ ലഭ്യത കുറവുള്ളപ്പോൾ മറ്റൊരു രാജ്യത്ത് നിന്ന് നമ്മൾ തൊഴിലാളികളെ കൊണ്ടുവരുന്നതാണല്ലോ ഔട്ട്സോഴ്സിങ് എന്നൊക്കെ പറയുന്നത്. ഈ ഔട്ട്സോഴ്സിങ്ങിലൊക്കെ ഒരുപാട് ത്തിന്റെ നൂലാമാലകൾ ഉള്ളതൊക്കെ ഒഴിവാക്കുന്ന ഒരു സമീപനം ഈ ആധുനിക കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ആഗോളവൽക്കരണത്തിന്റെ ഒരു ഇമ്പാക്ട് തന്നെയാണ് ഈ ഔട്ട്സോഴ്സിങ്ങിലൊക്കെ ഇത്രയും സുലഭമായിട്ട് ആഗോളതലത്തില് സാങ്കേതിക വിദ്യകളാകട്ടെ, സാങ്കേതിക വിദഗ്ധരാവട്ടെ ഒക്കെ ആഗോളതലത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സ്ഥിതിവിശേഷം ഒക്കെ സംജാതമാകുന്നത് ഈ ഒരു കമ്പാരിറ്റീവ് പൊളിറ്റിക്സിന്റെ ഏറ്റവും ആധുനിക രീതിയിൽ നമ്മളത് പഠിക്കുന്നുണ്ട്. ഇനി ഫെമിനിസ്റ്റ് സമീപനമാണ് മറ്റൊന്ന്. ഫെമിനിസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് ലിംഗ അസമത്വങ്ങളെ കുറിച്ച് അതില് ഒരു സ്ത്രീപക്ഷ മായിട്ടുള്ള പഠനങ്ങൾ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൽ വരുന്നുണ്ട്. ഈ സ്ത്രീകളുടെ രാഷ്ട്രീയ പങ്കാളിത്തം, അതുപോലെ തന്നെ പിതൃസത്താ സംവിധാനം, ലിംഗനീതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെയാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ മനുഷ്യാവകാശങ്ങളെ കുറിച്ച്, ജനാധിപത്യ പഠനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഈ ഒരു ആധുനികമായിട്ടുള്ള കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൽ പഠന വിധേയമാക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത്, ഈ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിന്റെ വാതായനങ്ങൾ കൂടുതൽ വികസിതമാകുന്നു എന്നുള്ളത് തന്നെയാണ്. എന്ന് വെച്ചാൽ മുൻപൊക്കെ കുറച്ചുകൂടി നാരോ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഈ പഠനത്തിന്റെ അണ്ടറിൽ വന്നിരുന്നുള്ളൂ. എന്നാൽ ഇങ്ങനെ മുന്നോട്ട് പോകും തോറും അവിടെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നു, ദളിത് പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഈ കൊളോണിയലിസത്തിന്റെ പ്രശ്നങ്ങൾ, അത് ആളുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്ട് ചർച്ച ചെയ്യപ്പെടുന്നു. ഇനി വ്യവസായവൽക്കരണം കൊണ്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അതെങ്ങനെയാണ് ആഗോള പൊളിറ്റിക്സിൽ ബാധിച്ചിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നു. ഈ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിന്റെ ഒരു ഭാഗം അത് കുറച്ചുകൂടി വൈഡായിട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ ആധുനിക കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത്. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ആദ്യത്തെ ബ്ലോക്ക് അവസാനിക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ ഇങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അതായത് കമ്പാരിറ്റീവ് പൊളിറ്റിക്സിന് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ സെക്കൻഡ് ബ്ലോക്ക് മുതൽ ഇതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ വിവിധ രാജ്യങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടുള്ള ഒരു പഠന രീതിയിലേക്ക് വരും യൂണിറ്റുകൾ, 3-4 യൂണിറ്റുകളിലൊക്കെ നമ്മൾ ആ ഒരു രീതിയിലാണ് പഠിക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. താങ്ക് യു.